ബംഗാളിൽ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിച്ചു. 142 മണ്ഡലങ്ങൾ മറ്റന്നാൾ ജനവിധി എഴുതും. ബിജെപി സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്കാണ് ഇനി ബംഗാളിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാണ് ബരക്പൂരിൽ മോദി പ്രവർത്തകരെ ആവേശത്തിലാക്കി. तो टीएमसी ने एक ही फॉर्मूला अपनाया है। टीएमसी का फॉर्मूला है गाली दो, धमकी दो, झूठ बोलो, जोर से बोलो, बार बार बोलो। इन्होंने मोदी को गाली दी, इन्होंने सेना, संवैधानिक संस्थाएं सबको गालियां दी. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും കേന്ദ്രസേന ബംഗാളിൽ തുടരുമെന്നും ഭയമില്ലാതെ വോട്ട് രേഖപ്പെടുത്തണമെന്നുമായിരുന്നു അമിത്ഷായുടെ ആഹ്വാനം. मां माटी और मानुष के लिए ही भाजपा को वोट दीजिए. इन्होंने नाम मां को सुरक्षित रखा है, माटी को घुसपैठियों को बेच दिया है और सारा मानुष संतरास से त्रस्त है. हमारी सरकार बनते ही हम यूसीसी लागू करेंगे, निश्चित रूप से परिवर्तन. കൊൽക്കത്തയിലെ മാർക്കറ്റുകളിൽ വ്യാപാരികളും മറ്റുള്ളവരുമായി നേരിട്ട് സംവദിച്ചായിരുന്നു അവസാന ദിവസം മമതാ ബാനർജിയുടെ പ്രചാരണം. ആദ്യഘട്ടത്തിൽ തൃണമൂൽ 100 സീറ്റ് നേടിയെന്നും രണ്ടാം ഘട്ടത്തിൽ 100 സീറ്റ് കൂടി നേടുമെന്നുമാണ് പ്രചാരണ വേദിയിൽ മമത പങ്കുവെക്കുന്ന ആത്മവിശ്വാസം. आपको जानकारी के लिए जो पहले दफा इलेक्शन हुआ हम सेंचुरी पार कर दिया और आने वाला चुनाव में भी हम और एक सेंचुरी पार करेंगे. इसके लिए बीजेपी डर गया और जो डर गया वो मर गया. इसी के लिए वो अभी सेंट्रल फोर्स लेके पूरा सेंट्रल फोर्स लेके और इधर का सब ओसी को चेंज करके डीएम को चेंज करके गुंडा गद्दारी कर रहा है. मेरे को मिनती है आप सब अपना का वोट अपना दीजिए और वोटर स्लिप मेहरबानी करके आपका पास जेरोक्स कॉपी रख दीजिए. പി ആർ കാർത്തിക് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. കാർത്തിക്, രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിച്ചിരിക്കുകയാണ്. വലിയ അവകാശവാദങ്ങളാണ്. നമുക്കറിയാം ഒന്നാം ഘട്ടത്തിൽ റെക്കോർഡ് പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരുന്നത്. എന്താണ് ബംഗാളിലെ സാഹചര്യം? വാശിയേറിയ മത്സരത്തിന് ആണോ ബംഗാൾ രണ്ടാം ഘട്ടത്തിലും വേദിയാകുന്നത്? രേണുക, 16 ജില്ലകളിലെ 152 മണ്ഡലങ്ങളിലായിരുന്നു ഒന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ്. അപ്പോൾ 93% പോളിംഗ്. ആ പോളിംഗ് വലിയ ആവേശത്തിലായിരുന്നു. ആ ആവേശം രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ദിവസങ്ങളിലും പിന്നീട് പ്രകടമായിരുന്നു. അത് ഏറ്റവും ഒടുവിൽ ഇന്ന് 5 മണിക്ക് പരസ്യപ്രചരണം അവസാനിക്കുന്നതുവരെ ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ബംഗാളിൽ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണം അവസാനിക്കുന്ന അവസാന ദിവസമായ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ അടക്കം പ്രമുഖ നേതാക്കളെല്ലാം തന്നെ ബംഗാളിലെത്തി പ്രചരണം നടത്തി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ബാരക്പൂരിലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മെഗാ റാലിയെ അഭിസംബോധന ചെയ്തത്. തൃണമൂൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഒപ്പം ബംഗാളിനായി BJP ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, ബംഗാളിനെ വികസിത സംസ്ഥാനമായി മാറ്റും എന്നതടക്കമുള്ള വാഗ്ദാനങ്ങളും മോദിയുടെ ഈ മെഗാ റാലിയിൽ ഉണ്ടായി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. നിലവിലെ തൃണമൂൽ കോൺഗ്രസിന്റെ ദുർഭരണം, അതായത് ബാരക്പൂർ വ്യവസായ മേഖലയാണ്. ആ മേഖലയിൽ മില്ലുകൾ അടച്ചുപൂട്ടിയതും അവിടെയുള്ള ഗുണ്ടാവിളയാട്ടവും മാത്രമല്ല ഗുണ്ടകൾക്കൊക്കെ തൊഴിൽ ലഭിക്കുമ്പോൾ സാധാരണക്കാർക്ക് തൊഴിൽ ലഭിക്കാതിരിക്കുന്ന സാഹചര്യം, ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു മോദിയുടെ പ്രസംഗം. അമിത്ഷാ ആകട്ടെ 2 മെഗാ റോഡ് ഷോയിലാണ് ഇന്ന് പങ്കെടുത്തത്. ആ റോഡ് ഷോ എല്ലാം തന്നെ പ്രവർത്തകരുടെ പങ്കാളിത്തം കൊണ്ട് വലിയ ശ്രദ്ധേയമായിരുന്നു. മാത്രമല്ല കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ ആദ്യഘട്ടം മുതൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിലും അദ്ദേഹം പ്രതികരണം നടത്തിയിരുന്നു. അവസാന മണിക്കൂറിലും ആ ഉറപ്പാണ് അമിത്ഷാ നൽകുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ആദ്യഘട്ടത്തിൽ പല അക്രമ സംഭവങ്ങളും ഉണ്ടായി. രണ്ടാം ഘട്ടത്തിലും അമിത്ഷാ നൽകുന്ന ഉറപ്പ് കേന്ദ്രസേന ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഒരാഴ്ചക്കാലം ബംഗാളിലുണ്ടാകും. അതുകൊണ്ട് തന്നെ ഭയപ്പെടാതെ ബൂത്തിലെത്തി വോട്ട് ചെയ്യണമെന്നൊരു നിർദ്ദേശമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കുവയ്ക്കുന്നത്. അങ്ങനെ പരമാവധി വോട്ടർമാരെ ബൂത്തിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ, ഒപ്പം ഹൈ ആംപ്ലിഫൈഡ് പ്രചാരണം, അതാണ് BJP അവസാന മണിക്കൂറുകളിൽ നടത്തിയത്. മമതയാകട്ടെ ആദ്യഘട്ടം മുതൽ പിന്തുടർന്ന പദയാത്ര അടക്കമുള്ള പ്രചരണം തന്നെയാണ് അവസാന ദിവസവും പ്രചരണത്തിന്റെ അവസാന മണിക്കൂറുകളിലും നടത്തിയത്. 4 മണ്ഡലങ്ങളിലായി 8 കിലോമീറ്റർ പദയാത്ര ഇന്ന് മമതാ ബാനർജി നടത്തി. ഒപ്പം പരമാവധി
പേരെ നേരിൽ കാണാനുള്ള ശ്രമങ്ങൾ നടത്തി. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കൊൽക്കത്തയിലെ മാർക്കറ്റിൽ ഇന്ന് രാവിലെ മമതാ ബാനർജി എത്തിയതാണ്. അവിടെ വ്യാപാരികളുമായി സംവദിച്ചു. നിലവിലെ വിലക്കയറ്റം സംബന്ധിച്ച് അവരുമായി നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് വിലക്കയറ്റം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നതെന്നും സാധാരണക്കാരെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലുകൾ അത് എത്രത്തോളം ദുസ്സഹമാണ് എന്നടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ടുകൊണ്ടുള്ള പ്രചരണമാണ് അവസാന ദിവസവും മമതാ ബാനർജി നടത്തിയത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. എന്തായാലും ആകെ 294 സീറ്റുകൾ, കേവല ഭൂരിപക്ഷത്തിന് 140 സീറ്റുകൾ വേണം. ആദ്യഘട്ട വോട്ടെടുപ്പിൽ 93% പോളിംഗ്. പരമാവധി പ്രചരണം, അതായത് ബംഗാളിൻ്റെ രണ്ടാം ഘട്ടം 8 ജില്ലയിൽ, അത് കൊൽക്കത്ത, ഹുഗ്ലി അടക്കമുള്ള മേഖലകൾ, തൃണമൂലിൻ്റെ തന്ത്രപ്രധാന മേഖലകൾ, അവരുടെ സ്വാധീന മേഖലകൾ, ആ മേഖലകളിലാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. ആ മേഖലകളിലും തൃണമൂൽ ആത്മവിശ്വാസം പങ്കുവയ്ക്കുന്നു. അല്പം മുമ്പ് നമ്മൾ മമതാ ബാനർജിയുടെ വാക്കുകളിൽ കേട്ടതുപോലെ ആദ്യഘട്ടത്തിൽ 100 സീറ്റ്, രണ്ടാം ഘട്ടത്തിലും 100 സീറ്റ് ലഭിക്കും എന്നാണ് മമത അവസാന മണിക്കൂറിലും പറഞ്ഞു വെക്കുന്നത്. തീർച്ചയായും എന്തായാലും രണ്ടാം ഘട്ടത്തിലും വാശിയേറിയ പോരാട്ടമാണ്. പരസ്യപ്രചരണം അവസാനിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങളാണ് VR കാർത്തിക് നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.